നമുക്കിന്ന് കിടക്കാച്ചി മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വന്ന പുതിയ ചട്ടിയുണ്ട്. അങ്ങനെ ചട്ടിയും മീനും കൂടെ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എണ്ണ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം എടുത്തിട്ടുണ്ടെന്ന്. അതിനുള്ള കാരണം ഈ ചട്ടിയാകുമ്പം കുറച്ച് എണ്ണ കുടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ചട്ടിയിലുള്ള എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ടേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് മിൻസ് ചെയ്തെടുത്തതാണ്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നത് വഴന്ന് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കഴുകിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇത് മൊത്തത്തിൽ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളിതിനകത്തോട്ട് നമ്മൾ ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്യും കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്പൂണ് മുളക് പൊടിയാണ്. 2-2.5 സ്പൂൺ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ പിരിയം മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി കഴിയുമ്പോഴത്തേക്കും ആ എണ്ണ മൊത്തം ഈ നമ്മുടെ പൊടികൾ കുടിക്കും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ചെറിയതായിട്ട് ചൂടാക്കിയ കുടംപുളിയാണ് ഇടുന്നത്. ഒരു 3 കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. അത് ഇതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു പേസ്റ്റ് പരുവത്തിലാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1.5 കപ്പ് തിളപ്പിച്ച ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകാം കേട്ടോ. ഞാൻ വെള്ളം ഓൾറെഡി ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളകിയിട്ട് നമ്മുടെ പൊടികൾ എവിടെയും കട്ട പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ആ സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്ന എണ്ണയൊക്കെ നമുക്ക് തെളിഞ്ഞ് വരും. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പാനിഷ് മാക്രൽ. നമുക്കിവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് അയലയായിരുന്നു സ്പാനിഷ് മാക്രൽ എന്ന് പറയുന്നത്. അപ്പം ആ മീനാണ് ഞാൻ അതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അധികം ഫോഴ്സ് കൊടുത്തിട്ട് കറി ഇളക്കാൻ പാടില്ല കേട്ടോ. ഈ മീൻ കഷ്ണം ഭയങ്കര ഡെലിക്കേറ്റാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് ഇതെല്ലാം ആ വെള്ളത്തിനകത്ത് കുതിർന്ന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇട്ട് വെക്കുക. ഇനി ഞാൻ ഇതിനകത്തോട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മുഴുവൻ തക്കാളിയും 2 പച്ചമുളകും ഇതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിനകത്തോട്ട് ജസ്റ്റ് കുതിർത്ത് വെക്കുന്ന രീതിയിൽ ഇതും വെച്ചിട്ട് ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുമ്പം തീ കുറച്ചിട്ട് ഞാനിതിപ്പോൾ മൺചട്ടി ആയത് കാരണം അടുപ്പിൽ തന്നെ വെച്ചേക്കും കേട്ടോ. അടുപ്പ് ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പറ്റി വരുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് അധികം ഇട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോവും. അപ്പം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ അവസാനമായിട്ട് അതിനകത്തോട്ട് കുറച്ചുകൂടെ 1 സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഈ മീൻ കറീൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് ആൻഡ് കോമെൻറ്റ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ.